Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Today we are going to discuss about one of the simple but most confusing experiment in your lab. എന്താണെന്നറിയാമോ? സ്ക്രൂ ഗേജ്. അതായത് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് എപ്പോഴും വന്ന് പറയുന്ന കാര്യമാണ്, മിസ്സേ ഈ സ്ക്രൂ ഗേജ് ഞങ്ങൾ എക്സാമിനൊക്കെ പഠിക്കുന്നത് ഏതെങ്കിലും ഭാഷകളിലുള്ള വീഡിയോസ് കണ്ടിട്ടാണ്. മിസ് നന്നായിട്ട് ആ സ്ക്രൂ ഗേജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാ പിന്നെ വിചാരിച്ചു ഒരു സ്ക്രൂ ഗേജ് അങ്ങോട്ട് കയ്യോടെ വാങ്ങിച്ചിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിടാന്നുള്ളത്. സോ ഇന്ന് കണ്ടു കേട്ടോ. കാരണം കുട്ടികൾക്ക് PG വരെ പോലും ചിലപ്പോൾ തെറ്റുന്ന കാൽക്കുലേഷൻ ഒക്കെ തെറ്റുന്ന ഒരു സാധനമാണ് സ്ക്രൂ ഗേജ്. സോ ഇതാണ് നമ്മുടെ സ്ക്രൂ ഗേജിന്റെ പിക്ചർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ക്രൂ ഗേജ് ഞാൻ ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇതിന് ജസ്റ്റ് പിക്ചോറൽ റെപ്രസെന്റേഷൻ ആണ്. ഈ സ്ക്രൂ ഗേജിന് ആക്ച്വലി രണ്ട് സ്കെയിൽ ഉണ്ട്, പിച്ച് സ്കെയിലും ഹെഡ് സ്കെയിലും. അതായത് ഇതിങ്ങനെ നീളത്തിൽ പോകുന്ന ഒരു സ്കെയിൽ ഉണ്ട്, അതാണ് പിച്ച് സ്കെയിൽ. ഓർത്തിരിക്കണം, സ്ക്രൂ ഗേജ് പറഞ്ഞാൽ എപ്പോഴും തെറ്റു കേട്ടോ. സോ സ്ക്രൂ ഗേജിനുള്ളത് പിച്ച് സ്കെയിൽ, തെറ്റി കഴിഞ്ഞാൽ പിച്ച് കിട്ടും. സോ പിച്ച് സ്കെയിൽ. ആൻഡ് സെക്കൻഡ് ഇതൊരു റൊട്ടേറ്റിംഗ് സ്കെയിലാണ്, അതാണ് ഹെഡ് സ്കെയിൽ. നമുക്ക് BP ഒക്കെ കുറയുമ്പോഴേ തല കറങ്ങാറുണ്ടല്ലോ, ഹെഡ്. സോ ഹെഡ് സ്കെയിൽ, ഇന്നത്തെ കറങ്ങുന്ന സ്കെയിലാണ് ഹെഡ് സ്കെയിൽ. പിന്നെ ഇതിന്റെ യൂണിറ്റ് വരുന്നത് മില്ലിമീറ്ററിലാണ്. അത് ഈ സ്ക്രൂ ഗേജ് തന്നെ എഴുതിയിട്ടുണ്ട്. വെർനിയറിൽ സെന്റിമീറ്ററിലാണ് കേട്ടോ, സ്ക്രൂ ഗേജിൽ മില്ലിമീറ്ററിലാണ്. അപ്പൊ കൺഫ്യൂഷൻ വരാണെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി, ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനങ്ങൾ, അതായത് സ്കെയിൽ വെച്ചും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലെങ്തോ ഡയമീറ്ററോ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രൂ ഗേജ് യൂസ് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു വയർ ഉണ്ടെന്ന് വെച്ചോ, കണക്ഷൻ വയറില്ലേ, നമ്മുടെ അതിനകത്തുള്ള വയറല്ലേ, അങ്ങനത്തെ ഒരു വയറിന്റെ ഡയമീറ്റർ നോക്കണമെങ്കിൽ നമുക്ക് സ്ക്രൂ ഗേജ് നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജിൽ ഓൾറെഡി ഇതിൽ മില്ലിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ അതിന്റെ യൂണിറ്റിൽ യാതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പാടില്ല, മില്ലിമീറ്ററിലായിരിക്കും അതിന്റെ റീഡിങ്സ് വരുന്നത്. ഓക്കെ, ഇതിന് രണ്ട് സ്കെയിലാണുള്ളത്. ഒന്ന് മൂവ് ചെയ്യുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്കെയില്, ഇതിന് പറഞ്ഞ പേരാണ് ഹെഡ് സ്കെയില്. പിന്നെ ഈ താഴെ ലീനിയർ ആയിട്ട്, അതായത് പോസിറ്റീവ് X ഡയറക്ഷനിൽ കാണുന്ന ഈ ഒരു സ്കെയിലാണ് പിച്ച് സ്കെയില്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം, 0 കഴിഞ്ഞിട്ട് 1 2 3 4 5, അഞ്ചാമത്തെ ലൈനാണ് 5 mm. അടുത്ത 5 ലൈൻ കഴിയുമ്പോൾ എത്ര വരും? 10 വരും. ഓക്കെ, 10 വരും. അതായത് ഓരോ ലൈൻ എന്ന് പറയുന്നത് 1 mm ആണ്. അങ്ങനെയാണ് PSR റീഡിങ് പോകുന്നത്. ഇനി HSR നോക്കിക്കേ, HSR ഡിവിഷൻസ് ആണ്. അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താ? 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 10 20 30 40 അങ്ങനെ 90 പിന്നെ 0, അതായത് 100 ഡിവിഷൻസ് ആണ് HSRനുള്ളത്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് PSR ആൻഡ് ദിസ് ഇസ് HSR. ഈ ഡിവൈസിന്റെ ലീസ്റ്റ് കൗണ്ടാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് എപ്പോഴും വൈവേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ലീസ്റ്റ് കൗണ്ട് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ദാറ്റ് ക്യാൻ ബി മെഷർഡ് അക്യുറേറ്റ്ലി വിത്ത് ദ ഡിവൈസ്. അതായത് ഈ സ്ക്രൂ ഗേജ് ഡിവൈസ് വെച്ചിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ട് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഡിവൈസിന്റെ ലീസ്റ്റ് കൗണ്ട് കാണും. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ ആണ് പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. സോ പിച്ച് എന്താണ്? പിച്ച് ഇസ് എ ലീനിയർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ഹെഡ് സ്കെയിൽ. അതായത് ഹെഡ് സ്കെയില് ഇപ്പൊ 0 സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി തിരിച്ച് 0 തന്നെ വരുമ്പോൾ ഇതിങ്ങനെ ലീനിയർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാന്ന് നോക്കാം, അതാണ് പിച്ച് എന്ന് പറയുന്നത്. ആൻഡ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയില് യൂഷ്വലി 100 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സ്ക്രൂ ഗേജിൽ. 100 ഡിവിഷൻസ് ആണ് ഉള്ളത് യൂഷ്വലി. ഇനി ഈ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ടാണ് നമുക്ക് കാണേണ്ടത്. ലീസ്റ്റ് കൗണ്ട് കാണാൻ വേണ്ടി പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. പിച്ച് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഇത് 0 ഞാൻ വെച്ചിരിക്കുകയാണ്. അതായത് PSRന്റെ 0 ലൈനും HSRന്റെ 0 കോയിൻസൈഡ് ചെയ്യാണ്. ഈ 0 ഇത് ഒരു റൊട്ടേഷൻ തിരിച്ച് 0 നടത്തുമ്പോൾ അത് എന്തോരം ഡിസ്റ്റൻസ് നീങ്ങിയെന്ന് നോക്കാം. അപ്പൊ 1 റൊട്ടേഷൻ ഇത് 1 mm ആയിരിക്കും നീങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ക്രൂ ഗേജിന്റെ പിച്ച് എന്ന് പറയുന്നത് 1 mm ആയിരിക്കും. അപ്പൊ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 mm ഡിവൈഡഡ് ബൈ ഈ HSRലെ ഡിവിഷൻസ് 100 ആണ്. സോ 1 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 0.01 മില്ലിമീറ്റർ കിട്ടും. ലീസ്റ്റ് കൗണ്ട് 0.01 മില്ലിമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിച്ച് 1 mm ആയിരിക്കും നീങ്ങുന്നത്, നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ. സോ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും. സോ ലീസ്റ്റ് കൗണ്ട് 1/100 വരും. ഈ 1/100 എന്ന് വെച്ചാൽ 0.01 മില്ലിമീറ്റർ ആണ്. ഞാൻ പറഞ്ഞു സ്ക്രൂ ഗേജിലെ മെഷർമെന്റ്സ് മില്ലിമീറ്ററിലാണ് വരുന്നത്, വെർനിയർ സെന്റിമീറ്ററിലാണ് വരുന്നത്. സോ 0.01 മില്ലിമീറ്റർ.
ഇനി നമുക്ക് സ്ക്രൂ ഗേജിന്റെ സീറോ കോയിൻസിഡൻസ് ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത് സ്ക്രൂ ഗേജ് ഹെഡ് സ്കെയിൽ റൊട്ടേറ്റ് ചെയ്ത് ഒരു ടിക്ക് കേൾക്കുന്ന വരെ അത് റൊട്ടേറ്റ് ചെയ്യുക. കൂടുതൽ ചെയ്യരുത്, ഒറ്റ ടിക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. സോ ആ ഒരു റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ താഴത്തെ ഈ ഹൊറിസോണ്ടൽ ലീനിയർ ആയിട്ടുള്ള സ്കെയില് HSR ഏത് ഡിവിഷനുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് 0യ്ക്കും 90ക്കും ഇടയിലുള്ള ഒരു ലൈനിലാണ് അത് കോയിൻസൈഡ് ചെയ്തേക്കുന്നത്. ഒരു 99 ആണെന്നിരിക്കട്ടെ. 99 ആകുമ്പോൾ സീറോ കോയിൻസിഡൻസ് 99 ആണ്. സീറോ കറക്ഷൻ എന്ത് വരും? +1 വരും. ഓക്കെ, ഞാൻ ഇനി ബോർഡിൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ സീറോ കോയിൻസിഡൻസ് 95 ആക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ വാല്യൂ അല്ല എടുത്തേക്കുന്നത്. ഇതിൽ ഇപ്പൊ കാണുന്നത് 99 ആണ്. ഓരോ സ്ക്രൂ ഗേജിനും വ്യത്യാസമായിരിക്കും കേട്ടോ ഈ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ. സോ ദിസ് ഇസ് സീറോ കോയിൻസിഡൻസ്. സീറോ കോയിൻസിഡൻസ് 99 ആണെങ്കിൽ സീറോ കറക്ഷൻ എത്രയായിരിക്കും? +1 ആയിരിക്കും. ഇനി സീറോ കോയിൻസിഡൻസ് 95 ആണെങ്കിൽ സീറോ കറക്ഷൻ എത്രയായിരിക്കും? +5 ആയിരിക്കും. അപ്പൊ നമുക്ക് സീറോ കറക്ഷനും കിട്ടി. ഇനിയിപ്പോ നമുക്ക് റീഡിങ് കാണാം. ഈ ഒരു പിക്ചറിലാണെങ്കിൽ ഇതിന്റെ പിച്ച് സ്കെയിലിന്റെ 0 ഹെഡ് സ്കെയിലായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് 95. അപ്പൊ സീറോ കോയിൻസിഡൻസ് എന്ത് വരും? 95 വരും. അത് ആ ഡിവൈസിന്റെ എറർ ആണ്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി സീറോ കറക്ഷൻ കാണണം. അപ്പൊ 95 ആണെങ്കിൽ അത് 100ലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രയാ വേണ്ടുന്നത് നോക്കാം. +5 ആണ് അല്ലെ. സോ സീറോ കറക്ഷൻ വരുന്നത് +5 ആയിരിക്കും. ഇനി ചില സ്ക്രൂ ഗേജിന് സീറോ കോയിൻസിഡൻസ് 5ലായിരിക്കും നിൽക്കുന്നത്. അതായത് ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 5ലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 0ലേക്ക് ആക്കാൻ വേണ്ടി 5 കുറയ്ക്കണം. സോ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് -5 ആയിരിക്കും. അപ്പൊ ഓരോ ഡിവൈസിനോട് വ്യത്യാസമായിരിക്കും കേട്ടോ. അതായത് ചിലത് 98 ആയിരിക്കും. 98 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? +2 വരും. ഇനിയും ചിലതിന് 10 ആയിരിക്കും, 10 ആയിരിക്കും സീറോ കോയിൻസിഡൻസ്. അപ്പൊ സീറോ കറക്ഷൻ എന്ത് വരും? -10 വരും. സോ വേറൊരാളുടെ ഡിവൈസ് ഇടയ്ക്ക് പോയി എടുത്തിട്ട് എന്നാൽ ആ സ്ക്രൂ ഗേജ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ റീഡിങ് എഴുതാമെന്ന് വിചാരിക്കരുത്. ഓരോ സ്ക്രൂ ഗേജിന്റെയും സീറോ കറക്ഷനും സീറോ കോയിൻസിഡൻസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ചില സ്ക്രൂ ഗേജിന് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ പോയിട്ട് സീറോ കറക്ഷൻ ഇല്ലാത്തത് കിട്ടും. അതായത് കറക്റ്റ് ഈ സീറോ ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന സ്ക്രൂ ഗേജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. സീറോ കോയിൻസിഡൻസും സീറോ കറക്ഷനും കാൽക്കുലേഷൻസ് സിമ്പിൾ ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഒരു ലെഡ് ഷോട്ടിന്റെ ഡയമീറ്റർ കാണാനാണെങ്കിൽ ലെഡ് ഷോട്ട് ഇതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഒരു ടിക്ക് കേട്ടാൽ മതിയാവും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം PSR റീഡിംഗ് എടുക്കണം. PSR റീഡിംഗ് എന്ന് വെച്ചാൽ അതേ ഇവിടെ നമുക്ക് കാണുന്ന ലൈനാണ് എടുക്കുന്നത്. ഇപ്പൊ 0 കാണാം, 1 കാണാം, 2 ജസ്റ്റ് കാണാം കേട്ടോ. സോ നമുക്ക് കാണുന്ന ഏത് ലൈനാണോ അതാണ് നമ്മുടെ PSR റീഡിംഗ്. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് 2 mm. PSR 2 mm ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യണം? HSR റീഡിംഗ് നോക്കണം. HSR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഈ ഒരു ലൈൻ HSRലെ ഏത് ഡിവിഷനായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. അപ്പൊ അത് ഈ കേസിൽ ഏകദേശം 10 ആണ് വന്നേക്കുന്നത്. സോ നമ്മുടെ HSR റീഡിംഗ് എത്രയായിരിക്കും? 10 ആയിരിക്കും. സോ PSRും കിട്ടി, HSRും കിട്ടി. ഇനി ഡിഫറെന്റ് ട്രയൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ലെഡ് ഷോട്ട് എടുക്കുക, പകരം വേറൊരു പൊസിഷനിൽ അത് വെക്കുക. അപ്പൊ നമുക്ക് മേ ബി PSR കിട്ടുന്നത് എപ്പോഴും സെയിം റീഡിംഗ് തന്നെയായിരിക്കും. HSRന്റെ വാല്യൂ മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റൊട്ടേറ്റ് ചെയ്ത് കണ്ടമാനം ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ന ലെഡ് ഷോട്ടിന്റെ ഡയമീറ്റർ മാറിപ്പോകും. സോ ഒരൊറ്റ ടിക്ക് അത്രയും വരെ ഇത് ടൈറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ? സോ ഇതാണ് പിച്ച് സ്കെയില്, ഇതാണ് ഹെഡ് സ്കെയില്. നമ്മൾ സീറോ കോയിൻസിഡൻസും സീറോ കറക്ഷനും പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു? റീഡിംഗ് എടുക്കുന്ന കാര്യവും പറഞ്ഞു, ലീസ്റ്റ് എമൗണ്ടും പറഞ്ഞു. ഓക്കെ അല്ലേ? സോ അപ്പൊ നേരത്തെ കാട്ടിയ പോലെ തന്നെ നമ്മുടെ സ്ക്രൂ ഗേജ് എടുത്ത് നമ്മൾ അത് വെച്ച് മനോഹരമായ 5 റീഡിംഗ് എടുത്തിരിക്കുകയാണ്. സോ 5 റീഡിംഗ് ഇപ്പൊ ഇവിടെ ഞാൻ ഈ കാട്ടിയ സ്ക്രൂ ഗേജിന്റെ ലിസ്റ്റ് കൊണ്ടല്ല കേട്ടോ, ഞാൻ നേരത്തെ എക്സാമ്പിൾ ചെയ്ത 5 ഇട്ടില്ലേ, ആ ഒരു സീറോ കറക്ഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്പിയറിൽ വെച്ചിട്ട് പല പല വാല്യൂസ് ആയിട്ട് പല പല ട്രയൽ ചെയ്തപ്പം PSR റീഡിംഗ് ഇപ്പം 0 ആയി കിട്ടിയെന്ന് വെച്ചു. ഇപ്പൊ 0 എഴുതി. HSR നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിച്ച് സ്കെയില് ഹെഡ് സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പൊ അത് എഴുതി. 71, 74 അങ്ങനെ കുറച്ച് വാല്യൂസ് കിട്ടി. പിന്നെ അതായിട്ട് ചെയ്യേണ്ടത് കറക്റ്റഡ് HSR ആണ്. അതായത് HSRന്റെ കൂടെ +or-Z ചെയ്യുക. +Z ആണ് ഇവിടെ വന്നിരിക്കുന്നത്, +5 ആയതുകൊണ്ട്. ഇനി മൈനസ് ആയിരുന്നെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കണമായിരുന്നു. സോ വി വിൽ ഗെറ്റ് 76, 75, 78, 75, 75 കുറച്ച് വാല്യൂസ് കിട്ടും. പിന്നെ ചെയ്യുന്നത് കറക്റ്റഡ് HSR ഇൻറ്റു LC, അതായത് ലീസ്റ്റ് കൗണ്ട് 0.01 mm ആണ്. അപ്പം mm വെച്ച് മൾട്ടിപ്ലൈ വാല്യൂസ് എഴുതുക. പല ടെക്സ്റ്റിലും ഈ ടാബുലർ കോളം സ്കിപ്പ് ചെയ്തിരിക്കും ചിലപ്പോൾ.
ഈ ടാബ്ലർ കോളൊക്കെ കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പം കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് തെറ്റും. അതുകൊണ്ട് എല്ലാ സ്റ്റെപ്പും ഉള്ള ഒരു ടേബിള് വരച്ച് അത് ഫില്ല് ചെയ്യുന്നതായിരിക്കും എറേഴ്സ് കുറയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ അതുപോലെ തന്നെ HSR എന്ന് പറയുന്നത് ഹെഡ് സ്കെയിൽ റീഡിംഗ് ഓർ ഡിവിഷൻസ് ആണ്. അതിന് യൂണിറ്റ് ഇല്ല കേട്ടോ. PSR മില്ലിമീറ്റർ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്. അതുപോലെ ലീസ്റ്റ് കൗണ്ടിലും യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ കറക്റ്റ് HSR ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് യൂണിറ്റ് കയറി വരുന്നത്. സോ വി വിൽ ഗെറ്റ് 0.76 മില്ലിമീറ്റർ ലൈക്ക് ദാറ്റ്. അങ്ങനെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSR പ്ലസ് HSR ഇൻറ്റു LC ആണ്. അപ്പൊ PSR ഓൾറെഡി 0 ആണ്. പിന്നെ HSR ഇൻറ്റു LC ചെയ്യുമ്പോൾ 0.76 ഇൻറ്റു LC നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ 0.75 നമുക്ക് കിട്ടും. HSR ഇൻറ്റു LC അതുപോലെ ഓരോന്ന് 0.79, 0.78 ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികളെ പൊതുവെ ചെയ്യുന്ന ലാബില് ഇത്രയും റീഡിംഗ് ഒക്കെ എടുത്തിട്ട് കാൽക്കുലേറ്ററിന് വെയിറ്റിംഗ് ആയിട്ട് അവിടെ ഇരിക്കും. കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഇതുവരെ ചെയ്യാനായിട്ട് യാതൊരു കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല. അതായത് 0 ആണ്, 71 ആണ്, 5 കൂട്ടണം അല്ലെങ്കിൽ 5 കുറയ്ക്കണം, പിന്നെ 2 സാധനം മാറ്റി പോയിന്റ് ഇടണം, പിന്നെ 0 ആണെങ്കിൽ 0.76 എഴുതാം, 1 ആണെങ്കിൽ 1.76 എഴുതാം. അതുവരെ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. അപ്പൊ ഇത്രയും കാൽക്കുലേഷന് കാൽക്കുലേറ്ററിന്റെ ആവശ്യമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ മീൻ എടുക്കണം. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ എത്ര ട്രയൽ ആണോ ചെയ്തത്, അപ്പൊ ഇവിടെ 5 ട്രയൽ ആണ്. സോ ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ ഓഫ് ദി സ്പിയർ കിട്ടും. സ്പിയറിന്റെ ഡയമീറ്റർ കാണും. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വോളിയം ഓഫ് ദി സ്പിയർ ആയിരിക്കും. അപ്പൊ അത് 4/3 πr³ ആണ്. അപ്പൊ നമുക്ക് റേഡിയസ് കാണണം. അപ്പൊ റേഡിയസ് കാണാൻ വേണ്ടി ഡയമീറ്ററിന്റെ ഹാഫ് എടുക്കണം. അപ്പൊ ഇവിടെ കുട്ടികൾ തെറ്റിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ എടുത്തിട്ട് അത് മില്ലിമീറ്ററിലാണ്. അതിന് സ്പോട്ടിൽ തന്നെ SI യൂണിറ്റ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റു 10⁻³ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന മറക്കുന്ന സ്റ്റെപ്പാണ് നമുക്ക് റേഡിയസ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പം ഇതിന്റെ ഹാഫ് എടുക്കണം. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടും 0.383 ഇൻറ്റു 10⁻³ മീറ്റർ കിട്ടും. അപ്പൊ അവിടെ തന്നെ ഇത് SI യൂണിറ്റിലേക്ക് മാറ്റാൻ നിങ്ങൾ മറക്കരുത്. അതിനുശേഷം സിമ്പിൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി 4/3 πr³. അപ്പൊ ഇവിടെയും ഈ R³ ചെയ്യുമ്പോൾ 10⁻³ വരും. ഇത് വെറുതെ കാൽക്കുലേറ്റർ ഇട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ചില കുട്ടികൾക്ക് കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് പവർ ഇടാൻ അറിയില്ലായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ 10⁻³ ക്യൂബ് 10⁻৯ ആണെന്ന് എഴുതി വെക്കുക. അത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാൽക്കുലേറ്ററിൽ ഇട്ടാൽ നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റ് ആയിട്ട് വരും. 10⁻৯ പവറിൽ വന്ന് നിൽക്കുകയും ചെയ്യും. ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് നോക്കുന്ന പവർ ആണ് കേട്ടോ. ഈ 10⁻৯ ആണോ വരുന്നത് നോക്കും. പിന്നെ തെറ്റുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ ടേബിളില് ടോട്ടൽ റീഡിങ്ങില് ഈ HSRന്റെ LCക്ക് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അത് കുട്ടിലിടാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, PSRനെ HSRന്റെ ആഡ് ചെയ്തിട്ട് അതിനെ ലീസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആകെ കൊളാക്കി വെക്കും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. PSR പ്ലസ് HSR ഇൻറ്റു LC ഈ ബ്രാക്കറ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉത്തരം കിട്ടും. റിസൾട്ട് അങ്ങോട്ട് എഴുതി SI യൂണിറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഫിസിക്സിന്റെ കയ്യിലായിരിക്കും. എനിക്ക് ഫിസിക്സ് പറയുന്ന സബ്ജക്റ്റ് എന്താ വെച്ചാൽ ലാബുള്ള സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ സ്കൂൾ ഗേജ് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേർനിയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.